കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞു എന്നുള്ളതെന്ന് പറയും. അപ്പോഴത്തേനും ഭാര്യയോട് ചായയൊക്കെ എടുക്കാൻ അദ്ദേഹം പറയും. ഭാര്യയും മകളൊക്കെ കൂടി ചായയും കൊണ്ട് വരും. അപ്പോൾ സുഭാഷ് ഏട്ടാ അതേ പെണ്ണ് നോക്കുന്നൊക്കെ പറയും. സുഭാഷ് നോക്കുന്നില്ല. സുഭാഷിന് ഭയങ്കര നാണം. അങ്ങനെ എല്ലാവർക്കും മാറി മാറി ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഭാസ്കരന് ഒരു ലഡു എടുക്കുമ്പോൾ ആ ചായ എന്ത് ഇത് അവിടെ വെക്കുമെന്ന് പറയും. അതെ എനിക്ക് ഷുഗർ ഉണ്ട്, മരുമോള് സമ്മതിക്കില്ല ലഡു കഴിക്കാമെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് അധികം മിണ്ടുന്ന പ്രകൃതമല്ലല്ലോ എന്ന് പറയും. പെൺകുട്ടിനെ പിടിച്ച് നിധി അവിടെ അടുത്തിരുത്തും. ഇരിക്കുക കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൂടി സംസാരിക്കാമെന്ന് പറയും. ആ ചേട്ടൻ അങ്ങനെയാണെന്ന് പറയും. ആണോ, അങ്ങനെയുള്ള ആരെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക. അവർ തമ്മിൽ പരസ്പരം ഫോണിലൂടെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പൊക്കെ ആവട്ടെ. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതിന് മുന്നേ സുഭാഷിനോടും പെണ്ണിനോടും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടൊന്ന് കുറച്ച് നേരം സംസാരിക്കാൻ പറയും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും അത് തന്നെ അവസ്ഥ. നമ്മുടെ സുഭാഷ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇയാളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ BEd വരെയും പഠിച്ച ഞാനൊരു സെയിൽസ് ഗേളാണ് സ്വർണ്ണക്കടയിൽ, ആളോട് പറഞ്ഞിരുന്നു എന്ന് പറയും. പിന്നെ എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്നോട് ചോദിക്കുക, അപ്പം ഞാൻ അതിന് മറുപടി പറയാമെന്ന് സുഭാഷും പറയും. അങ്ങനെ സുഭാഷ് അധികം സംസാരിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായി സംസാരിച്ചു എന്ന് ചോദിക്കും. ആ ഞാൻ സംസാരിച്ചു, സുഭാഷ് സംസാരിച്ചില്ല എന്നൊക്കെ പറയും. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ സംസാരിച്ച് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കണം. അപ്പോൾ പെൺകുട്ടിയും പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്താ ചേട്ടാ ഒന്നും മിണ്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ എന്ത് മിണ്ടാനുണ്ടാന്ന് പറയും. അപ്പോൾ പെൺകുട്ടി പറയും ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയും. അത് അധികം സംസാരിക്കാത്ത ആണുങ്ങൾ കുടുംബജീവിതം നന്നായി പോകുന്ന അമ്മാവനും പറയും. അപ്പോൾ അവരെല്ലാവരും കൂടെ ചിരിക്കും. അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, വഴക്കും വക്കാണോ എന്നൊക്കെ പറയും. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ഫോണിലൂടെ സംസാരിക്കട്ടെ, എന്നിട്ട് അതിനൊരു തീരുമാനമാവാം, എന്നിട്ട് നമുക്ക് കല്യാണം ഉറപ്പിക്കാമെന്ന് പറയും. അങ്ങനെ ശരി അവർ സമ്മതിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വന്നോളൂ, ഞങ്ങളുടെ വീട് ചെറിയ ഒരു പഴക്കമുള്ള വീടെന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ ഏട്ടത്തി നിധീനെ ഫോൺ വിളിക്കുന്നു. നിധി ഞാൻ നിന്നെ രാവിലെ വിളിച്ചല്ലോ. ഞാൻ കണ്ട ഏട്ടത്തി, തിരിച്ച് വിളിക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വിളിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയും. ഞാനിവിടെ ഉണ്ടായില്ല എന്ന് പറയും. നീ എവിടെ പോയി? പുറത്ത് പോയി എന്ന് പറയും. പുറത്ത് പോയി എന്ന് പറയും ഒറ്റയ്ക്കോ? എല്ലാ അച്ഛനും ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടെന്ന് പറയും. നീ എന്തൊക്കെയാണ് ഇതീ പറയണത്? ഫാമിലിയോ? അവരോ? എന്താ ഇവരെൻ്റെ ഫാമിലി അല്ലേ എന്ന് ചോദിക്കും. ആ വീടിനേക്കാളും എത്രയോ നല്ലതാണ് ഇത് എൻ്റെ വീടെന്ന് പറയും. അച്ഛൻ ഫാമിലി നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? നീ ഒരു ഊരാക്കുടുക്കിലേക്ക് എന്താ പോണേ? അതും പോട്ടെ, നീ എവിടേക്കാണ് പോയെന്ന് ചോദിക്കും. ഞങ്ങളെ സുഭാഷ് ചേട്ടന് കല്യാണം ആലോചിക്കാൻ പോയെന്ന് പറയും. സുഭാഷ് എന്ന് പറഞ്ഞാൽ സുധീഷിൻ്റെ ചേട്ടൻ എന്ന് പറയും. സുഭാഷിനെ കല്യാണം ആലോചിക്കുക, നീ എന്തിനാ അതിൽ ഇൻവോൾവ് ആവണേ നിധി? നിനക്ക് പിന്നെ ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടാ. നീ ആരെന്ന് ചോദിച്ച് എന്ത് പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ ഈ കുടുംബം മാത്രമേ ഉണ്ടായുള്ളൂ, നിങ്ങളെ കുടുംബം ഉണ്ടായില്ല എന്ന് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഈ വീട്ടിൽ ഈ സുഭാഷ് ചേട്ടനൊരു ജീവിതം ഉണ്ടായി കൊടുക്കേണ്ടത് എൻ്റെ കടമേനി. ഈ വീട്ടിലൊരു പെണ്ണില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവിടെ വിവാഹം മുടങ്ങിയിരുന്നത്. പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം കഴിയണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോണ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഏടത്തിയോട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങളിൽ തലയിൽ കയറുകയില്ല എന്ന് പറയും. ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ സന്തോഷം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൽക്കാലം ഏട്ടത്തിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടണേ? ആ വീട് നിൻ്റെ വീടാണോ? നീ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ച് ഏട്ടത്തി വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരൻ ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ പുറത്തുനിന്ന് മേടിച്ചിട്ട് കഴിക്കണേ. നിധി കുറച്ചും കൂടെ തരട്ടെന്ന് വെച്ചപ്പോൾ വേണ്ട ഏട്ടാന്ന് പറയും. എന്താ മോളെ ഇത്? നീ പറഞ്ഞിട്ടല്ല ചിക്കനും പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയത്. അതിന്ന് സുഭാഷ് ചേട്ടൻ പെണ്ണ് കാണാൻ പോയതല്ല, അതുകൊണ്ട് അടുക്കളയിൽ ഒരു മോചനം എന്നാണ് ഹരീഷും നികേഷും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും കൂടെ കഴിക്കുകയെന്ന് പറയും. അപ്പോൾ പെൺകുട്ടീൻ്റെ കാര്യം എടുത്തിട്ട് നല്ല പെൺകുട്ടിയല്ലേ അവർ, നല്ല ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അതെ നല്ല ഫാമിലി എന്ന് പറയും. വീടിനെക്കുറിച്ച് അവരെ വീട് കുഴപ്പമൊന്നുമില്ല, നമ്മളെ വീടിനെക്കുറിച്ച് അവർ വന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? സുധീഷിനോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ സുധീഷ് പറഞ്ഞേനെ ഇത് പുരാതന വസ്തുവാണ്, അതുകൊണ്ട് പൊളിക്കാൻ പറ്റൂല, അത് കാരണം ഇങ്ങനെ ഇട്ടേക്കണമെന്നൊക്കെ പറഞ്ഞേനെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ചിരിയായി. അത് ശരി താനും എന്നെ ട്രോളി തുടങ്ങിയാലേ എന്ന് ചോദിക്കും. പറഞ്ഞത് എന്ന് പറയും. അപ്പോഴത്തേനും ഫോൺ ബെല്ലടിക്കും. ഇത് ആരാണ് ചേട്ടാ, ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്ന് പറയും. ആ പെൺകുട്ടിയാവും ജ്യോതി. അതെ ഞാൻ സുഭാഷേൻ്റെ നമ്പർ ഇട്ട് കൊടുത്തിരുന്നു അവർക്കെന്ന് പറയും. അയ്യോ എന്തിനാ കൊടുത്തത്, വേണ്ടായിരുന്നു എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ പറ്റില്ല, ചേട്ടൻ ഫോൺ എടുക്കുന്ന പറഞ്ഞാൽ എല്ലാവരും നിർബന്ധിച്ച് ഫോൺ എടുക്കും. ഹലോ എന്ന് പറയും. ഞാൻ ജ്യോതിയാണ് എന്ന് പറയും. കഴിച്ചോ എന്ന് പറയും. കഴിക്കിന് എന്ന് പറയും. അതെ ഞാൻ സുഭാഷാണെന്ന് വീണ്ടും പറയും പേടിച്ചിട്ട്.
അതെനിക്ക് മനസ്സിലായല്ലോ, ഇയാളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇയാളല്ലാണ്ട് വേറെ ആരോ ഫോൺ എടുക്കാമെന്ന് അവിടെ നിന്ന് പറയും. പിന്നെ എന്താ കഴിക്കണേന്നൊക്കെ ചോദിക്കും. അപ്പോൾ പൊറോട്ടയും ചിക്കനാണെന്ന് പറയും. അപ്പോഴത്തേനും അവരൊക്കെ നമ്മുടെ സുധീഷ് പറയും, ചേട്ടാ പുറത്തേക്ക് പുറത്ത് പോയി നിന്ന് സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ നല്ല അധികം സംസാരിക്കുക എന്നൊക്കെ പറയും. അവർ നിർബന്ധിക്കും. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ സുഭാഷ് പുറത്ത് പോയി കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകണം. എന്താ ഒന്നും മിണ്ടാത്ത, ലൈനിലില്ലേ എന്ന് ചോദിക്കും. ആ ഉണ്ട് ഉണ്ട് എന്ന് പറയും. 1 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഭാസ്കരന് മനസ്സിലായി ഇത് പൊളിഞ്ഞ് കൈ കൊടുക്കും എന്നുള്ള കാര്യം. കാരണം സംസാരിക്കാൻ അറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ പെൺകുട്ടി ഇങ്ങനെ ഓരോന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വീറ്റ്സ് എന്താ കഴിച്ചതെന്നൊക്കെ ചോദിക്കും. ഞാൻ സ്വീറ്റ്സ് ആണ് കഴിച്ചത്, എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ വണ്ണം വയ്ക്കുന്ന കാരണം അമ്മ തരില്ല, എന്നിപ്പോൾ നിങ്ങളൊക്കെ വന്നത് കാരണം കൊണ്ട് കുറേ സ്വീറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഈ സുഭാഷ് അവിടെ നിന്ന് തിരിച്ചു ചോദിച്ചു മറുപടിയും പറയുന്നില്ല. ഇതെന്താ ഒന്നും പറയാത്തത്, എന്നെ ഇഷ്ടമായില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും മിണ്ടില്ല. എന്നെ കാണാൻ കൊള്ളില്ലേന്ന് ചോദിക്കും. കാണാൻ ഭംഗിയുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അച്ഛൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നീങ്ങാണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറയും. ഞാൻ എന്ത് പറയാൻ, അവിടെ നിന്ന് പറ, അപ്പം ഞാൻ മറുപടി പറയാമെന്ന് പറയും. അനിയത്തി സുഭാഷിൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ പറയും. ആണോ, പ്രത്യേകിച്ച് അനിയൻ്റെ ഭാര്യ നിധിയെന്ന് പറയും. നിധി പാവമാണ്, നല്ല കുട്ടീന്, നല്ല വലിയ സൗകര്യമുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് ഇവിടെ ഒരു പരാതി ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങളെ വീട്ടിലേ ഞങ്ങൾ സാധാരണക്കാരെന്ന് പറഞ്ഞപ്പോൾ അനിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 100 നാവണല്ലോ എന്ന് പറയും. അവൾ പാവമാണെന്ന് പറയും. പിന്നെ പറയുന്നതാണ്, പിന്നാലെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാൻ പറയും. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ പെൺകുട്ടിക്ക് എന്നെ അസ്വസ്ഥത തോന്നുന്നു. കാരണം അതേപോലെ ഇനി പറയുന്നത് അടുക്കളയിലത്തെ കാര്യങ്ങൾ മാത്രം. ഒരാൾക്ക് നൂലപ്പം ഇഷ്ടം, ഒരാൾക്ക് അപ്പം ഇഷ്ടം, ഒരാൾക്ക് ഈയപ്പം ഇഷ്ടം. അങ്ങനെ അവരെല്ലാവരും കൂടെ മറ്റുള്ളവരെല്ലാവരും കൂടെ വന്ന് നോക്കുന്നത് എന്തിട്ടേക്ക് നീ പറയുന്നതെന്ന് കേൾക്കണില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നിധി വന്ന വഴക്ക് പറയുന്നു, ചേട്ടൻ സംസാരിക്കുന്നിടത്ത് എന്തിനു ഒളിഞ്ഞ് നോക്കണേ, നിങ്ങളുടെ കാര്യം അന്വേഷിച്ച് പോയേ എന്ന് പറയും. അല്ല ഏട്ടത്തി എന്താ പറയണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാം. വേണ്ട അപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോഴത്തേനും ഭാസ്കരൻ ഭക്ഷണം കഴിച്ച് പോകണ്. അപ്പുറത്തുനിന്നെങ്കിൽ പെൺകുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം തന്നെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരെക്കുറിച്ചോ കല്യാണത്തിനെക്കുറിച്ചോ ഒന്നുമല്ല പറയണത്. എടാ ആരണ്ടാവിനും ഫോൺ സംസാരിക്കാൻ കൊടുത്തതെന്ന് ചോദിക്കും. എന്തേന്ന് ചോദിക്കും. മിക്കവാറും ഈ കല്യാണം ഇന്ന് തന്നെ മുടങ്ങാൻ ചാൻസ് ഉണ്ട്, അതുമാതിരിയാണ് വർത്താനം പറയണത്. എന്താന്ന് പറയും, ചെന്ന് നോക്കടാ അവൻ എന്തുകൊണ്ടാണ് അവിടെ പറയണേന്ന് പറയും. അപ്പോൾ നികേഷ് നീ ഒന്ന് പോയി നോക്കിയിട്ട് വന്ന് പറയും. അങ്ങനെ നികേഷ് ചെല്ലും. നികേഷ് ചെല്ലുമ്പോൾ ആദ്യമൊന്നും നികേഷിന് മനസ്സിലാവില്ല, അത് കഴിയുമ്പോൾ നികേഷിന് മനസ്സിലാവും. ഞാൻ രാവിലെ പോകുമ്പോഴത്തേനും ഇടിയപ്പം ഉണ്ടാക്കി വയ്ക്കും, പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും തോരനും അവിയലും കാബേജും സാമ്പാറും അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു. അപ്പോൾ പെൺകുട്ടി ഫോൺ ഇങ്ങനെ നീക്കി പിടിക്കുന്നു. ഇതെന്തുവാ സംസാരം എന്ന് ആലോചിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് മര്യാദയ്ക്കിടാ, അവനും ശ്രദ്ധിക്കും, അവൻ പോയിട്ടൊന്നും കാണില്ലല്ലോ എന്നും പറയുന്നുണ്ട്. എന്ത് ചെയ്യാന്നറിയാണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുന്നു നമ്മുടെ സുഭാഷിൻ്റെ പുതിയ പെൺകുട്ടി. പിന്നീട് പ്രൊമോയിലാണെങ്കിൽ നമ്മുടെ നികേഷും അതുപോലെ തന്നെ നിധിയും കൂടി അമ്പലത്തിൽ പോകണം, സ്ഥിരം പോണ പോലെ. ഇത്തവണ സുധീഷും കൂടി പോകുന്നുണ്ട്. നമ്മുടെ നിധിയുടെ മനസ്സൊന്ന് മാറിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ശയന പ്രദക്ഷിണമൊക്കെ ഉണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ ചെയ്യാൻ പറയും. അങ്ങനെ കിട്ടിയ അവസരമില്ലെന്ന് വിചാരിച്ച് നിധി സുധീഷിനെ കൊണ്ട് ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും നിധിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സുധീഷ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.